ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്റെ ആ പ്ലോട്ട് കൺസ്ട്രക്ഷൻ യോഗ്യതയല്ലെന്ന് ഏതെങ്കിലും ഒരു ഓഫീസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ റിപ്പോർട്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അതേ പ്ലോട്ടില് ഒരു 16 നില ബിൽഡിങ്ങിന് വേണ്ടി ഞാൻ ഓൾറെഡി അപ്രൂവൽ എടുത്തതല്ലേ. അന്ന് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ടെസ്റ്റ് ഉൾപ്പെടെ മോയ്സ്ചർ ലിഫ്റ്റ് ടെസ്റ്റും pH ടെസ്റ്റും എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് എനിക്ക് റിപ്പോർട്ട് തന്നിട്ടുള്ളതാണ്. പിന്നെ എന്താ സാർ പ്രോജക്റ്റ് നടക്കാൻ പോയത്? അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് കൊറോണ സ്പ്രെഡ് ആയത്. എല്ലാം കഴിഞ്ഞു വന്നപ്പോഴേക്കും എനിക്കതിലുള്ള ഇൻട്രസ്റ്റും പോയി. അത്രേ ഉള്ളൂ. ആ പ്ലോട്ടിന് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടല്ല സർ. ഇതാ CKC മോഹൻദാസ് എന്ന് പറയുന്ന ഓഫീസറെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി പറയിപ്പിക്കുന്നതാണ്. എങ്ങനെയെങ്കിലും എൻ്റെ ബിസിനസ് മുടക്കണം. 2 കോടിയല്ല, 2 രൂപ ആവശ്യപ്പെട്ടാൽ പോലും ഞാൻ കൈക്കൂലി കൊടുക്കില്ലെന്ന് CKCക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല ഗൗതം. നമ്മുടെ ആ പഴയ റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അത് കാണിച്ചുകൊണ്ട് തന്നെ ആ പറഞ്ഞ മോഹൻദാസുമായി സംസാരിക്കാം. സാർ പറയുന്നത് ശരിയാ. ഒരിക്കൽ കൺസ്ട്രക്ഷന് വേണ്ടി അപ്രൂവൽ തന്ന പ്ലോട്ടിന് പിന്നെങ്ങനെയാണ് ഫിറ്റ്നസ് ഇല്ലാതെ പോകുന്നത്? എന്നിട്ടും അയാൾ റിപ്പോർട്ട് തരാൻ മടിച്ചാൽ നമുക്ക് ഈ രേഖകളെല്ലാം വെച്ച് കോടതിയിൽ സമീപിക്കാമല്ലോ. ഇതാ സാർ, റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നോക്ക്, ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ടെസ്റ്റ്, മോയ്സ്ചർ കണ്ടന്റ് ടെസ്റ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്, pH ടെസ്റ്റ്, എല്ലാ ടെസ്റ്റുകളുടെയും ലബോറട്ടറി റിപ്പോർട്ട് ഇതിന്റെ കൂടെ ഉണ്ട്. ഇതാ നോക്കി. ഇതേ സർവേ നമ്പറിൽ എല്ലാം ഓക്കെ ആണെന്നാണല്ലോ തന്നിരിക്കുന്നത്. ഒരു സജഷൻ പോലും പറഞ്ഞിട്ടുമില്ല. ഈ റിപ്പോർട്ട് തന്നെ ധാരാളമാണ് സാർ. ഇത് വെച്ച് ആ മോഹൻ സാറിനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റും. ഗൗതം, ഇതൊന്ന് നോക്കി. ഈ റിപ്പോർട്ട് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നോ? അതെന്ത് പറ്റി? ഇതിന് 3 വർഷത്തെ വാലിഡിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ ഡേറ്റ് വെച്ച് നോക്കിയാൽ ഇപ്പോഴത് എക്സ്പയർ ആയി കഴിഞ്ഞു. 2 മാസം ഇപ്പം തന്നെ കഴിഞ്ഞു പോയിരിക്കുന്നു. കോടതി ചെന്നാൽ പോലും ഇതിന് വാലിഡിറ്റി ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗൗതം? ചെയ്യാനൊന്നുമില്ല. 3 വർഷം കൊണ്ട് ആ ഭൂമിക്ക് മാറ്റമൊന്നും വന്നിട്ടുണ്ടാവില്ലല്ലോ. കൈക്കൂലി വാങ്ങുന്ന ഒരു 100 ഓഫീസർമാരുണ്ടെങ്കിലും ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെങ്കിലും കാണാതിരിക്കൂ.